മൈക്കിൾ ജാക്സൺ ലോകം കണ്ട ഏറ്റവും വലിയ വിസ്മയം. 2009 ജൂൺ 25 ആ ഇതിഹാസം വിടവാങ്ങിയെന്ന് ലോകം വിശ്വസിച്ചു. പക്ഷെ വർഷങ്ങൾക്കിപ്പുറം എഫ്സ്റ്റീൻ ഫയലുകൾ പുറത്തു വന്നതോടെ ഇന്റർനെറ്റ് ലോകം ഒരു ചോദ്യത്തിന് പിന്നാലെയാണ്. ജാക്സൺ ശരിക്കും മരിച്ചോ, അതോ ലോകത്തെ മുഴുവൻ പറ്റിച്ച് അദ്ദേഹം ഇന്നും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ടോ? മരണത്തിന്റെ പിന്നാലെ ഉയരുന്ന സംശയങ്ങൾ ഇതൊക്കെയായിരുന്നു. ഒന്ന്, ആഡംബരപൂർവ്വം നടന്ന അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ മൃതദേഹം ആരും കണ്ടിട്ടില്ല. കണ്ടത് വെറും അടച്ചിട്ട ശവപ്പെട്ടി മാത്രം. അതിലും വിചിത്രം, അന്ന് അവിടെ കൂടി നിന്നവരുടെ മുഖഭാവങ്ങളായിരുന്നു. പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ടതിന് നെട്ടലോ സങ്കടമോ ആർക്കും ഉണ്ടായിരുന്നില്ല. എല്ലാവരും എന്തോ ഒരു നാടകം കളിക്കുന്ന പോലെ. ജാക്സന്റെ സഹോദരൻ ജെർമൈൻ ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. അവൻ എയർപോർട്ടിൽ എത്തുമ്പോഴേക്കും മരിച്ചിരുന്നു. പെട്ടെന്ന് തന്നെ തിരുത്തി അദ്ദേഹം ആശുപത്രി എന്ന് പറഞ്ഞെങ്കിലും ആ നാക്കുപിഴ വലിയൊരു രഹസ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ജാക്സന്റെ മരണസമയത്ത് ലോസ് ആഞ്ചലസ് എയർപോർട്ട് മണിക്കൂറുകളോളം അടച്ചിട്ടൊന്നും അവിടെ നിന്ന് ചാർട്ട് ചെയ്യാത്ത ഒരു വിമാനം പറന്നുയർന്നു എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എങ്ങോട്ടായിരുന്നു ആ യാത്ര? ഇവിടെയാണ് ഡേവ് എന്നൊരു വ്യക്തിയുടെ കടന്നുവരവ്. കുട്ടിക്കാലത്ത് പിതാവ് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചപ്പോൾ 90% പൊള്ളലേറ്റ ഡേവിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് ജാക്സൺ ആയിരുന്നു. ജാക്സന്റെ മരണശേഷം ലാറി കിങ് ഷോയിൽ ഡേവ് അതിഥിയായി എത്തി. പക്ഷേ കാണികൾ ഞെട്ടിപ്പോയി. ആ കണ്ണുകൾ, ആ ശബ്ദം, ആ കൈവിരലുകളുടെ ചലനം, അതെല്ലാം മൈക്കിൾ ജാക്സന്റേതായിരുന്നു. വേഷം മാറി വന്ന ജാക്സൺ തന്നെയായിരുന്നു ഡേവ് എന്ന് ഇന്നും പലരും വിശ്വസിക്കുന്നു. 2018 42-ാം വയസ്സിൽ ഡേവ് അന്തരിച്ചു. അപ്പോഴും മൃതദേഹം പ്രലോകം കണ്ടിട്ടില്ല. ലോകം ഭരിക്കുന്ന അദൃശ്യ ശക്തികളുടെ കയ്യിലാണോ ജാക്സൺ? അതോ പ്രശസ്തിയുടെ തിരക്കുകളിൽ നിന്ന് ഒളിച്ചോടി അദ്ദേഹം എവിടെയെങ്കിലും സ്വസ്ഥമായി ജീവിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹം ഒരു സ്മൂത്ത് ക്രിമിനലാണോ? നിയമങ്ങളെയും ലോകത്തെയും ഒരുപോലെ കബളിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇന്നും ഈ മണ്ണിലുണ്ടോ? ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു? മൈക്കിൾ ജാക്സൺ ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.